ഗേൾ ഫ്രം മൂന്നാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ മൂന്നാറിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന അനുമോളാണ് ഇന്നെന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾ കാണാത്ത ഒത്തിരി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നെ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോകണം. പിന്നെ എന്താ പോയേക്കാം. വട്ടവട നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് റോഡ്, അവിടെ പോയി ഒരു ചായ കുടിക്കുക, അതൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് ഏരിയ ആണ്. ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആദ്യം പോയിട്ട് വിസിറ്റ് ചെയ്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാ? അത് ഗ്യാപ്പ് റോഡ് ആയിരുന്നു. ഗ്യാപ്പ് റോഡ് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഗ്യാപ്പ് റോഡ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്നും കോടയുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും. അതിപ്പോൾ എത്ര നട്ടുച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും കോടയുള്ള ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ഈ ട്രാവലിങ്ങിനോട് താല്പര്യം തുടങ്ങിയത് എപ്പോഴാണ്? നമ്മൾ എഞ്ചിനീയറിംഗ് ആ ഒരു സമയം നമ്മൾ കർണാടകയൊക്കെ പോയ സമയത്താണ് നമ്മുടെ സ്ഥലത്തെ ശരിക്കും നമ്മൾ മിസ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ നമ്മുടെ സ്ഥലത്ത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി സംസാരിക്കുമ്പോൾ, ഓ നിങ്ങൾ മൂന്നാറിൽ നിന്നുള്ള ആളല്ലേ, ഞാൻ അവിടെ വന്നിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കും ഒരു റിയലൈസേഷൻ വരുന്നത്, ഇത് ഇത്ര അടിപൊളിയാണല്ലോ. നമ്മുടെ വീടിനടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്തുകൂടാ? നമ്മൾ സ്വന്തമായിട്ട് വേറെ ആളുകൾ വന്ന് വീഡിയോ ഇടുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് സ്വന്തം ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാൻ നമ്മുടെ അടുത്തുള്ള ഈ ഒരു സ്ഥലം തന്നെ ചൂസ് ചെയ്തത്. ട്രാവൽ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വന്നൊരു ചേഞ്ച് എന്താ ശരിക്കും? ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യം പറയുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് മൂന്നാർ ആളുകൾക്ക് ഇത്രയധികം ഇഷ്ടം? എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് തന്നെയാണ്. എന്ന് വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടുത്തെ ക്ലൈമറ്റ്. ഈ ട്രാവലിംഗ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നൽകുന്നത് ശരിക്കും? സമാധാനം നൽകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പല പല പ്രഷറിൽ കൂടെയാണ് നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്നത്. മൂന്നാറിൽ ചില മാറ്റങ്ങൾ വരികയാണെങ്കിൽ കുറച്ചും കൂടി ടൂറിസ്റ്റ് നന്നായിരിക്കും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു ട്രാഫിക് ആയിരിക്കും. സാധാരണ ഞായറാഴ്ച ശനിയാഴ്ചകളിലൊക്കെ ഇവിടെ വരുന്ന ആളുകൾ മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കടന്നിട്ടാണ് വരുന്നത്. അപ്പം അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് യൂസ്ഫുൾ ആകും. കാരണം ഒരു ദിവസത്തിന്റെ പകുതിയോളം സമയം അടിമാലി തൊട്ട് ആനച്ചാൽ വരെയുള്ള ട്രാഫിക്കിൽ കിടന്നാണ് ആളുകളുടെ തീരുന്നത്. മൂന്നാറിൽ മസ്റ്റ് ആയിട്ട് വന്ന് കഴിക്കേണ്ട ഫുഡ് ഏതാ? മൂന്നാറിൽ മസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചായ, പരിപ്പുവട. ഏറ്റവും പ്രൈസ് കുറവിൽ വരാൻ പറ്റും നമുക്ക് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ KSRTCയുടെ ഉല്ലാസയാത്രകളുണ്ടല്ലോ, അതിപ്പോ ഒരാൾ ചൂസ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ സോളോ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അത് ഒരുപാട് യൂസ്ഫുൾ ആകും. പല ആളുകൾക്ക് അറിയില്ല, എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും പോയി കാണുക, കൂടുതൽ പഠിക്കുക. അപ്പൊ തന്നെ നമുക്കൊരു ധൈര്യം, നമുക്ക് സ്വന്തം ഒരു ധൈര്യം വരും. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ കൂടെ ഒരു മൂന്നാർ ഗേളും ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്, ഗേൾ ഫ്രം മൂന്നാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ മൂന്നാറിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന അനുമോളാണ് ഇന്നെന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അനുമോൾ, സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സത്യത്തിൽ പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാറിന്റെ മുക്കും മൂലയും അറിയുന്ന ഒരാളാണ്. ഒത്തിരി വീഡിയോസ്, ഞങ്ങൾ കാണാത്ത ഒത്തിരി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നെ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോകണം. പിന്നെ എന്താ പോയേക്കാം. സത്യത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്ത ആൾക്കാർ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. എനിക്ക് ഇത് അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരുപാട് അറിയാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ സാധാരണക്കാർക്ക് ആക്സസ് ഇല്ലാത്ത കുറെ സ്ഥലങ്ങളാണ്. ഇതെല്ലാം തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ശരിക്കും അനുവിന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും ഈ ഗേൾ ഫ്രം മൂന്നാർ ആരാണ്? ഗേൾ ഫ്രം മൂന്നാർ ഞാൻ തന്നെ. ഞാൻ ആരാണെന്ന്? എന്റെ പേര് അനു എന്നാണ്. എന്നെ എല്ലാരും തന്നെ മൂന്നാർ ഗേൾ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. എനിക്ക് ഒരു വർഷമായിട്ടുള്ള വീഡിയോ ചെയ്യാനല്ലേ, പക്ഷെ ആളുകൾ ഏറ്റെടുത്തു. അതെ അതെ, ഞാൻ ശരിക്കും ജനിച്ച വളർന്ന നല്ല ഇടുക്കി തന്നെയാണ്. പിന്നെ പഠിച്ചത് കർണാടകയായിരുന്നു. പിന്നെ ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ ആണ്. പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പൊ ഫുള്ളി കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു ഒരു ഇവിടെ വരുന്നവർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കാന്നുള്ളത് ഇപ്പൊ അതിന്റെ പുറകെയാണ്. ശരി, അത് വലിയൊരു നല്ല കാര്യമാണ്. ആൻഡ് ഈ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും എല്ലാവരും, പ്രത്യേകിച്ച് പെൺകുട്ടികളും. പക്ഷെ കുറച്ച് പെൺകുട്ടികൾ മാത്രമേ ഇതിലേക്ക് വരാറുള്ളൂ അല്ലെ? അപ്പം ഈ ട്രാവലിങ്ങിനോട് താല്പര്യം തുടങ്ങിയത് എപ്പോഴാ?
ശരിക്കും എന്റെ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലാണ് എനിക്ക് ഇതിലേക്ക് കൂടുതലായിട്ടൊരു ഇൻട്രസ്റ്റ് വന്നത്. കാരണം എന്റെ ക്ലാസ്മേറ്റ് ഓൾറെഡി ഒരു യൂട്യൂബർ ആയിരുന്നു. അപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ അടുത്തുള്ള സ്ഥലങ്ങൾ അവൻ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും. അതുപോലെ വളരെ അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവൻ സാധാരണ ചെയ്യുന്ന 500 രൂപയ്ക്ക് എങ്ങനെ അത്രയും സ്ഥലം ഇപ്പൊ ഒരു ഗോവയാണെങ്കിൽ ഗോവ 500 രൂപയ്ക്ക് എങ്ങനെ പോയിട്ട് വരാം, അങ്ങനെ നിസ്സാര കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് തോന്നി എന്നാൽ ശരി, നമ്മുടെ വീടിനടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്തുകൂടാ, നമ്മൾ സ്വന്തമായിട്ട് വേറെ ആളുകൾ വന്ന് വീഡിയോ ഇടുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് സ്വന്തം ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാൻ നമ്മുടെ അടുത്തുള്ള ഈ ഒരു സ്ഥലം തന്നെ ചൂസ് ചെയ്തത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ അറിയാം, ഞാൻ കൂടുതലും മൂന്നാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യാറുള്ളത്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. എനിക്കത് മൂന്നാറിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അനുവിന്റെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മതി. കാരണം അവിടുത്തെ അഫോർഡബിൾ പ്രൈസിന് എവിടെയൊക്കെ സ്റ്റേ ചെയ്യാം, ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ മൂന്നാറിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒരാളെന്നില്ലേ, നമ്മളെ മൂന്നാറിൽ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം മൂന്നാറിൽ അത് എവിടെയായിരിക്കും? മൂന്നാറിൽ അങ്ങനെ ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പല പല കാര്യങ്ങൾ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ പറയാൻ പറ്റുന്നത്. ഒന്ന് ടൈം, പിന്നെ നമ്മുടെ ഒരു പ്രൈസ് കാര്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള എന്താ പറയുന്നത് അഫോർഡബിൾ പ്രൈസ് വരാൻ പറ്റും എങ്ങനെയുള്ള. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വട്ടവട നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് റോഡ്, അവിടെ പോയി ഒരു ചായ കുടിക്കുക, അതൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് ഏരിയ ആണ്. അപ്പൊ ഈ ഒരു സ്ഥലം എല്ലാവരും വരിക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയുന്നത് മൂന്നാർ പിന്നെ മറയൂർ വരുന്നുണ്ട്, പിന്നെ കാന്തല്ലൂർ വരുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി വേറൊരു ഏരിയ ആണ്. ഇത്രയും സ്ഥലങ്ങളാണ് ബേസിക് ആയിട്ട്. മൂന്നാറിൽ വരുമ്പോൾ ട്രാവലിംഗ് തുടങ്ങുമ്പോൾ ബഡ്ജറ്റ് ആണ് എല്ലാവരെയും പ്രശ്നം. അഫോർഡബിൾ ബഡ്ജറ്റ് നമുക്ക് മൂന്നാർ കണ്ടു വരാൻ പറ്റും. അതായത് മൂന്നാർ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം മൂന്നാർ വരണേ. അപ്പോൾ മൂന്നാർ നമുക്ക് വരണമെന്ന് പ്ലാൻ ചെയ്യണം, പക്ഷെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരാൻ പറ്റുമല്ലോ, ബഡ്ജറ്റ് കൂടി പോകുന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പൊ ഏറ്റവും പ്രൈസ് കുറവിൽ നമുക്ക് എങ്ങനെ മൂന്നാറിൽ വരാം? ഏറ്റവും പ്രൈസ് കുറവിൽ വരാൻ പറ്റും നമുക്ക് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ KSRTCയുടെ ഉല്ലാസയാത്രകളുണ്ടല്ലോ. അതിപ്പോ ഒരാൾ ചൂസ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെ എപ്പോഴൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും 1-2 ഉല്ലാസയാത്ര ബസ്സുകളെങ്കിലും കാണാറുണ്ട്. അത് ഈ സോളോ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അത് ഒരുപാട് യൂസ്ഫുൾ ആകും. പല ആളുകൾക്ക് അറിയില്ല, എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ട് കേട്ടോ. അപ്പൊ കണ്ണൂരിൽ നിന്ന് വരുന്ന ഇങ്ങനെ കാണാറുണ്ട്. അപ്പം എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഈ KSRTCയുടെ ഉല്ലാസയാത്ര എല്ലാവരും പ്രയോജനപ്പെടുത്തുക. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനും മൂന്നാർ വരണം, അത് അഫോർഡബിൾ ആയിട്ടും അതെങ്ങനെ വരാം, എങ്ങനെ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ എവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞുതരോ? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ KSRTCയുടെ ഉല്ലാസയാത്ര തന്നെ ചൂസ് ചെയ്ത് നമുക്ക് വരാം. അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള KSRTCയുടെ തന്നെ യാത്രകളുണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് തരാം. പിന്നെ KSRTCയുടെ തന്നെ ഡിപ്പോകളിൽ ഇവിടെ ഇപ്പോൾ മൂന്നാറിലുണ്ടല്ലോ, അവിടെ നമുക്ക് സ്റ്റേ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര രീതിയിലുള്ള സ്റ്റേകളും കാര്യങ്ങളായിരിക്കും. അവിടെ നമുക്ക് ഒരുപാട് ലക്ഷറി കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്ര ദിവസം വേണേലും നമുക്ക് അവിടെ താമസിക്കാം. പിന്നെ PWDയുടെ ഗസ്റ്റ് ഹൗസുകളുണ്ട് ഇവിടെ, അതിവിടെ പല ആളുകൾക്കും അറിയത്തില്ല. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റൂമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഹോസ്പിറ്റാലിറ്റി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര ബഡ്ജറ്റ് വരും? ഇപ്പൊ പറയുന്ന പ്രൈസ് ഒക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് 50 അങ്ങനെയൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ഇപ്പൊ കറക്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല. കുറച്ച് നാൾ മുന്നേ വരെ ഒരു 350 ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ PWDയുടെ ഒരു 600 ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. മൂന്നാറില് ഇപ്പൊ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആദ്യം പോയിട്ട് വിസിറ്റ് ചെയ്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാ? അത് ഗ്യാപ്പ് റോഡ് ആയിരുന്നു. ഗ്യാപ്പ് റോഡ് എന്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഗ്യാപ്പ് റോഡ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്നും കോടയുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും. അതിപ്പോ എത്ര നട്ടുച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും കോടയുള്ള ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. എന്റെ യൂട്യൂബ് വീഡിയോ അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. മഴ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് വേറൊരു പ്ലേസിലേക്ക് പോവാം. ഈ മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളൊന്നും ഇല്ലേ? നിങ്ങൾ ഇടക്കിടക്ക് വന്ന് ഈ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? അത് ഈ മുറ്റത്തുള്ളിലേക്ക് പോകണില്ല എന്നൊക്കെ പറയുന്ന പോലെ വല്ലപ്പോഴും വരിക, അങ്ങനെയാണോ? പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഞ്ചിനീയറിംഗ് ആ ഒരു സമയം നമ്മൾ കർണാടകയൊക്കെ പോയ സമയത്താണ് നമ്മുടെ സ്ഥലത്തെ ശരിക്കും നമ്മൾ മിസ് ചെയ്തത്. അപ്പൊ അവിടെയുള്ള ആളുകൾ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി സംസാരിക്കുമ്പോൾ, ഓ നിങ്ങൾ മൂന്നാറിൽ നിന്നുള്ള ആളല്ലേ, ഞാൻ അവിടെ വന്നിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കും ഒരു റിയലൈസേഷൻ വരുന്നത്, ഇത് ഇത്ര അടിപൊളിയാണല്ലോ, നമ്മൾ എന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നില്ലല്ലോ എന്ന്. അപ്പൊ എനിക്ക് തോന്നി എല്ലാവരും ഇത് വീഡിയോ ഒക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കണം. ഇവിടെയുള്ള യൂണീക്ക് ആയിട്ടുള്ള സ്ഥലങ്ങള്, ഇവിടെയുള്ള കൾച്ചർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് മലയാളം എല്ലാം കൂടി ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇവിടെ. എന്തുകൊണ്ടാണ് മൂന്നാർ ആളുകൾക്ക് ഇത്രയധികം ഇഷ്ടം?
എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടുത്തെ ക്ലൈമറ്റ്. ഇപ്പൊ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നുണ്ടാകുന്ന ഒരു ക്ലൈമറ്റേ ആയിരിക്കില്ല നാളെ വരുമ്പോൾ. പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചർ എനിക്ക് മെയിൻ ആയിട്ട് ക്ലൈമറ്റ് തന്നെയായിരിക്കും. ഇപ്പൊ മൂന്നാറിലെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളല്ലേ, അങ്ങനെ മിസ്സായിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ? ചില പ്രൈവറ്റ് പ്രോപ്പർട്ടി നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. അത് നമ്മള് റെയർ ആയിട്ട് ചില മൂവീസിലൊക്കെ കാണുന്ന ചില ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ എൻട്രി കിട്ടത്തില്ല. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. എനിക്ക് ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആളുകൾ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യുന്നു, ഈ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം അല്ലെ, അങ്ങനെയും കോൺടാക്ട്സ് വരാറില്ലേ? അങ്ങനെ മിസ്സായി പോയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ചാൻസ് ഉണ്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ ചക്രമുടി ഈ ഇടയ്ക്കായിരുന്നു എനിക്ക് കയറാൻ പറ്റിയത്. കുറച്ചാള് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. അത് നമ്മുടെ ഒരു ഫോളോവർ കുറച്ചാൾ മുന്നേ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇന്നൊരു ദിവസം ഇത് ഓപ്പൺ ആക്കുന്നുണ്ട്, അപ്പൊ പോകുന്നുണ്ടോ? ദുഃഖമുള്ള ആ ഒരു ടൈമിൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് വരും. അപ്പൊ അന്ന് ആ ഒരു ഫോളോവർ പറഞ്ഞു അന്ന് പോയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇങ്ങനെ ഫോളോവേഴ്സ് ഈ പറഞ്ഞ അവർക്ക് മൂന്നാർ വരണമെങ്കിൽ മെസ്സേജ് ചോദിക്കാറുണ്ടോ? ഞാൻ മൂന്നാർ വരാണ്, എങ്ങനെ സ്റ്റേ ചെയ്യണം, എവിടെ വരണം എന്നൊക്കെ ഓൾറെഡി ചോദിക്കാറുണ്ടോ? മുക്കാൽ ആൾക്കാർക്ക് നമ്മളൊരു കംപ്ലീറ്റ് ഒരു ഗൈഡ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. പിന്നെ പല പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ഐഡിയ ഇല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന്, അതുപോലെ കർണാടക, അതുപോലെ നോർത്ത്, അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ എടുത്തിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മളൊരു സന്തോഷമുണ്ട്. എന്നിട്ടാണ് നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഈ ഒരു ട്രാവൽ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വന്നൊരു ചേഞ്ച് എന്താ ശരിക്കും? ചേഞ്ച് എന്താന്ന് വെച്ചാൽ ഒറ്റ കാര്യം പറയുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ക്ലോസ് സർക്കിളിൽ നിന്ന് മാറി നമ്മൾ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പറ്റി, പുതിയ പുതിയ ആൾക്കാരുടെ അടുത്ത് മിണ്ടാൻ പറ്റി. ലൈഫ് അങ്ങനെ ഹാപ്പി ആയിട്ട് ചിന്തി നടക്കാൻ പറ്റും. ഇപ്പൊ സ്വന്തമായിട്ടൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, മൂന്നാറിലേക്ക് വരുന്നവർക്ക് സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഐഡിയ. അത് ബ്ലോഗിങ് തുടങ്ങുന്നതിന് മുൻപേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു? അത് പണ്ട് പോലെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതെനിക്ക് കുറച്ചും കൂടെ ഒന്ന് പവർഫുൾ ആയിട്ട് നമ്മുടേതായിട്ടുള്ള സ്വന്തം കാലിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴാന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭം എത്ര വർഷം കൊണ്ട് സാധിച്ചെടുക്കണം ഒരു ആഗ്രഹം? അത് ഇപ്പൊ ഒരു 6 മാസമായി ഞാൻ അതിലേക്ക് ഇപ്പോൾ വർക്കിംഗ് ആണ്. ഒരു മാക്സിമം ഒരു 1 ഇയറിനുള്ളിൽ ഇത് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഒരു ബൈക്കും കൂടെ ഇല്ലേ? ബൈക്കിലാണ് സവാരി മുഴുവൻ അല്ലേ? അപ്പൊ പുതിയൊരു പെൺകുട്ടി ബൈക്ക് എടുത്ത് പോകുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതം, ഇപ്പോഴും അത്ഭുതമാണ്. ഒരു നാട്ടിൻപുറത്തുകാരിയാണ് എങ്കിലും ആളുകൾ എപ്പോഴും കൗതുകത്തോടെ അത് നോക്കാറുണ്ടോ? ഇപ്പോഴത്തെ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നത് വളരെ കുറവാണ്. കുറച്ചൊരു 5 വർഷം മുന്നേ ആയിരുന്നു അത് വലിയൊരു സംഭവമായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊരു കോമൺ ആയ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആളുകൾ എല്ലാരും തന്നെ ഒരു ബൈക്ക് അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് ഇപ്പൊ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ഇത് കൊറോണയ്ക്ക് ശേഷമായിരിക്കും ആളുകൾ ഇത്ര ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനൊക്കെ തുടങ്ങി, ക്യാമ്പിലൊക്കെ ആയിട്ട്. അത് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. കാരണം തിരക്കുന്നൊക്കെ മാറി സമാധാനത്തിന് 2 ദിവസമൊക്കെ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു ഇത് മാറിയിട്ടുണ്ട്. ഈ ട്രാവലിംഗ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നൽകുന്നത് ശരിക്കും? ട്രാവലിംഗ് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം സമാധാനം നൽകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പല പല പ്രഷറിൽ കൂടെയാണ് നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്നത്. നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് ആളുകളുടെ ഉള്ളിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് പല സമയത്തും നമ്മൾ ഡൗൺഫോളിൽ കൂടെ പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് സങ്കടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നു. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ നമ്മളൊരു ഹെൽപ്പ് പോയി ചോദിക്കുമ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നേക്കാൾ കൂടുതൽ ഹെൽപ്പ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു റെസ്പെക്ട് തോന്നും. നമ്മളെന്തോ നമ്മളെന്തോ ഒരു വെറുത്തുള്ള ഒരു കാര്യത്തിൽ വെറുത്താണ് നമ്മള്. അപ്പൊ എന്താ പറയാ, ട്രാവലിംഗ് എപ്പോഴും ഒരാളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പൊ പെൺകുട്ടികൾക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മള് സെക്യൂർ ആണോ? ഈ പറഞ്ഞ സോളോ ട്രിപ്പ് നടത്തണമെന്ന് ആഗ്രഹം ഞങ്ങൾക്കുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് പറ്റാറില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മൂന്നാറിലേക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണോ വരാൻ? മൂന്നാർ ഓഫ്കോഴ്സ് നമുക്ക് ഇവിടെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് വേണം പറയാം. പിന്നെ ഞാൻ എല്ലാവരോടും ഇപ്പൊ ട്രാവലിംഗ് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്ന ആൺകുട്ടികളോടാണെങ്കിലും പെൺകുട്ടികളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മുടെ ലോക്കൽ സ്ഥലങ്ങളൊക്കെ പോയി കാണുക. അതിനുശേഷം നമ്മൾ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും പോയി കാണുക, കൂടുതൽ പഠിക്കുക. അപ്പൊ തന്നെ നമുക്കൊരു ധൈര്യം, നമുക്ക് സ്വന്തം ഒരു ധൈര്യം വരും. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇപ്പൊ ഒരു ട്രാവൽ ചെയ്യണമെങ്കിൽ മൂന്നാർ വന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ മൂന്നാറിൽ തന്നെ ഒരാൾ എന്ന രീതിയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ഏകദേശം നമുക്ക് എത്ര എമൗണ്ട് വേണം? അത് ഓരോ ആൾക്കാരും എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ചില ആളുകൾക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങളും കണ്ട് സ്റ്റേയോട് കൂടി തന്നെ ഇവിടെ പറ്റും. ഓക്കെ, ഇപ്പൊ എന്നെ കൂട്ടിയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് പോവാണ്, അങ്ങനെയാണെങ്കിൽ എവിടെ കൊണ്ടുപോകും? മൂന്നാറിലൊരു സ്ഥലം
ഞാൻ ഉറപ്പായിട്ടും KSRTC ഡബിൾ ഡക്കർ ബസ്സിലൂടെ ഗ്യാപ് റോഡ് ഫുള്ള് കൊണ്ട് കാണിക്കും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തു. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ആളുകൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അത് എത്രത്തോളം രസകരമാണ് ആ ഒരു യാത്ര? അതെന്നാലും എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടേതായിട്ടുള്ള റിസ്കിൽ നമുക്ക് അവിടെ പോകണ്ട. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും KSRTCയിലെ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇറക്കി തരും. നമ്മൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് അവർ നമ്മളവിടെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വരും. അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ആ ഉല്ലാസയാത്ര അല്ല ഡബിൾ ഡക്കർ ബസ്സിൽ ഇത് ചെയ്യുന്നത്. ഇപ്പം ഓൾറെഡി എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മൂന്നാറിൽ പല സ്ഥലങ്ങളുണ്ട്, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഓൾറെഡി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 സ്ഥലങ്ങൾ അതിൽ ഉണ്ടാവുമല്ലോ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പൊ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 5 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മറയൂർ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. മറയൂർ എന്താ കാണാനുള്ളത്? മറയൂർ കൂടുതലും മുനിയറ, അത് നമ്മുടെ പണ്ടത്തെ കാലത്ത് ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്ന രീതിയിലുള്ള മഡ് ഹൗസുകള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. ഓക്കെ. പിന്നെ അറിയാലോ കാന്തല്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന കാന്തല്ലൂരിന് അപ്പുറത്തെ സ്ഥലമാണ് ശരിക്കും വട്ടവട എന്ന് പറയുന്നത്. പിന്നെ വട്ടവട നിങ്ങൾ എല്ലാവരും പോയി കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവിടെ കൃഷിയാണ് കൂടുതലായിട്ട് ഉള്ളത്. ക്യാരറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നതെല്ലാം അവിടുന്ന് അതെല്ലാം പറിച്ചുകൊണ്ടുവന്ന അവിടുന്ന്. അപ്പൊ പിന്നെ ഈ 2 സ്ഥലങ്ങള് പിന്നെ പോയി കാണാം. വാട്ടർഫോൾസ് എന്തെങ്കിലും? വാട്ടർഫോൾസ് നമ്മൾ വരുന്ന വഴിക്കുള്ള ചീയപ്പാറ അങ്ങനെയുള്ള വാട്ടർഫോൾസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഗ്യാപ് റോഡിൽ തന്നെ ഒരു വാട്ടർഫോൾസ് വരുന്നുണ്ട്, അത് പെരിയ കനാൽ എന്ന് പറയും. അത് കാണാൻ നല്ലൊരു കാഴ്ചയാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത്. മൂന്നാറിൽ ഏകദേശം മിസ് ചെയ്യാത്ത സ്ഥലങ്ങൾ കുറച്ച് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്തുള്ളൂ. അതാരും എൻട്രി ചെയ്യാതിരിക്കുക, കാരണം അങ്ങനെ അത് ഇല്ലീഗലാണ്. ഇപ്പൊ ഒരു 1 ഇയർ കൊണ്ട് 25 വയസ്സേ ഉള്ളൂ, 1 ഇയർ കൊണ്ട് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻസ്റ്റയില് വീഡിയോസ് കണ്ട് ആളുകൾ അത് സപ്പോർട്ട് ചെയ്യുന്നു. ഇത്തിരി സപ്പോർട്ട് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു പേജ് തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓൾറെഡി ഒരുപാട് ആളുകൾ ചെയ്യുന്നതല്ലേ ഇവിടെ, അത് ചെയ്യണോ? നമ്മളെ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോഴെനിക്ക് തോന്നിയൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഞാനും അത് ചെയ്ത് നോക്കിയേക്കാന്ന്. അങ്ങനെയാണ് ഞാനിങ്ങനെ യൂട്യൂബില് വ്ലോഗ് ഇട്ട്. ഫസ്റ്റ് ഞാൻ യൂട്യൂബിലാണ് തുടങ്ങിയത്, അതിനുശേഷമാണ് ഇൻസ്റ്റയിലേക്ക്. എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ട് എന്തൊക്കെയോ ഡിഫറെന്റ് അനുവലുണ്ടേ. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ, ഓൾറെഡി ഇവിടുത്തെ കുട്ടി സെലിബ്രിറ്റി. ഞാനൊരു ഇടുക്കിക്കാരനോട് ചോദിച്ചപ്പം ഇടുക്കിക്കാരൻ പറഞ്ഞത് ഇവിടുത്തെ സെലിബ്രിറ്റിയാണ്, ഞങ്ങളുടെ സെലിബ്രിറ്റിയാണ് അനുമോൾ എന്നാണ്. അപ്പൊ അങ്ങനെ തന്നെയാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോ സാധാരണ വീഡിയോ ഒക്കെ ഇടുന്ന പോലെ തന്നെ ഇടുന്നു മാത്രമേ. പിന്നെ എല്ലാരും എന്റെ അടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ നാച്ചുറൽ ആയിട്ട് ആ ഒരു നാടൻ രീതിയിൽ തന്നെ എനിക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഒരു നാട്ടിൻപുറത്തുകാരി, കണ്ണും മുടിയും. എനിക്ക് അത്ര കമന്റ്സ് വരാറില്ലേ, ശരിക്കും ഒരു ഇടുക്കിക്കാരി. ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാവരും തന്നെ നമ്മുടെ ആ ഒരു സംസാര രീതിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിച്ചു തുടങ്ങി. ഈ മൂന്നാറിൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ഫേവറേറ്റ് ഫുഡ് കഴിക്കണം എന്ന് പറയല്ലോ, മൂന്നാറിൽ മസ്റ്റ് ആയിട്ട് വന്ന് കഴിക്കേണ്ട ഫുഡ് ഏതാ? മൂന്നാറിൽ മസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചായ, പരിപ്പുവട, അതുപോലെ ഇതൊക്കെ നല്ലതാണ്. കടയിൽ പോയി കഴിക്കണം അങ്ങനെയുണ്ടോ? ഇന്ന് കടയിൽ പോയി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗുരുഭവൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അതിപ്പോ എല്ലാ മലയാളീസിനും ഭയങ്കര യൂസ്ഫുൾ ആവും. മലയാളികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് കിട്ടുന്ന ഒരു കടയാണ് ഗുരുഭവൻ. അപ്പൊ നല്ല അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. ഓക്കെ. ഇപ്പൊ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ് പ്ലാൻ ഉണ്ട്. ശരിക്കും ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ അനുമോള് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ശരിക്കും സക്സസ്ഫുൾ ആയിട്ട്? ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡ്രീം, ആ ഒരു പ്രൊജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനല് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ സപ്പോർട്ടായിട്ട് ഒരു ട്രാവൽ കമ്പനി തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ മനസ്സിലുള്ള കുറച്ച് ആഗ്രഹങ്ങൾ. ഈ മൂന്നാർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, അപ്പൊ അവിടുത്തെ ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ മൂന്നാറിൽ ചില മാറ്റങ്ങൾ വരികയാണെങ്കിൽ കുറച്ചും കൂടി ടൂറിസ്റ്റ് നന്നായിരിക്കും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു ട്രാഫിക് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇന്ന് വന്ന ദിവസം നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നില്ല. സാധാരണ ഞായറാഴ്ച ശനിയാഴ്ചകളിലൊക്കെ ഇവിടെ വരുന്ന ആളുകൾ മണിക്കൂറുകളോളം ട്രാഫിക് കടന്നിട്ടാണ് വരുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കുറെ ആളുകൾക്ക് യൂസ്ഫുൾ ആകും. കാരണം ഒരു ദിവസത്തിന്റെ പകുതിയോളം സമയം അടിമാലി തൊട്ട് ആനച്ചാൽ വരെയുള്ള ട്രാഫിക് കടന്നാണ് ആളുകളുടെ തീരുന്നത്. അപ്പൊ അതിന് പകരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ്ഫുൾ ആവും. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടി റെഡിയാവുക, ആൻഡ് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളെ അത് കാണിക്കുക. കാരണം മൂന്നാറിലേക്ക് വരണം, അല്ലെങ്കിൽ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യണം, ഇങ്ങനെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇനിയും ഉണ്ടെന്ന് ഞങ്ങളെ കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി. അപ്പം ഇനിയും മൂന്നാർ വീഡിയോകൾ ചെയ്യുക.
ഞങ്ങൾക്ക് അത് പ്രചോദനമാണ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ യാത്രകൾ തുടരട്ടെ, കൂടെ ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, ബൈ.